അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഇതാ വിജിലൻസിൽ നിന്ന് ലഭിച്ചൊരു മറുപടിയിലടക്കം വി.ഡി. സതീശൻ അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റിയിട്ടില്ല. അതായത് നമ്മൾ ചില പരീക്ഷകൾക്കൊക്കെ ഒരു വൺ വേർഡ് ചോദ്യം ചോദിക്കുമല്ലോ, ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതിനപ്പുറത്തേക്ക് അതിലൊന്നും പറയാൻ കാണില്ല അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല. ആ നിലയിലാണ് അങ്ങനെ ഒരു ചോദ്യം. വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? സ്വാഭാവികമായും അതിന്റെ മറുപടി വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ അഴിമതി നടത്തുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം വാങ്ങാൻ അത്ര മണ്ടത്തരം ചെയ്യുന്ന ആളാണ് വി.ഡി. സതീശൻ എന്ന് നമ്മൾ കരുതുകയും ഇല്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇതാ വി.ഡി. സതീശൻ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് ആവർത്തിക്കുന്നത്. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിവാദം എന്ന് അവർ പറയുമ്പോൾ എന്താണ് അതിൽ സർക്കാരിന് CPI-ന് പറയാനുള്ളത്? ഇവിടെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് നാളായിട്ട് ചർച്ചയുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടക്കം ഈ വിഷയം വളരെ ഗൗരവമായിട്ട് പരിശോധിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ അത്തരത്തിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുമ്പോൾ പരിഗണനാ വിഷയം ഇവിടെ CBIക്ക് പരാതി കൊടുത്തു. ആ പരാതി വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തത്, ഒരു തൃശ്ശൂർ സ്വദേശി. അപ്പോൾ CBIയുടെ വാദം കേട്ടു. CBIയുടെ വാദം കേട്ടപ്പോൾ CBIയുടെ പ്രോസിക്യൂട്ടർ പറഞ്ഞത് CBIക്ക് പരാതി കിട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ പരാതി ഞങ്ങൾ സ്റ്റേറ്റ് വിജിലൻസിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് വിജിലൻസിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാനോ ആ പരാതി പരിഗണിക്കാനോ കഴിയില്ല എന്നതാണ്. അന്ന് ജസ്റ്റിസ് മണികുമാർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ജസ്റ്റിസ് ഷാജി പി ചാലി ഇവരുടെ ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ വിശദമായി അത് വാദം കേട്ടതിന് ശേഷം CBIക്ക് കൊടുത്ത പരാതി പരിഗണിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. കാരണം CBI അത് പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി വിജിലൻസിന് കൈമാറിയിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് നടക്കട്ടെ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൻ്റെ പരാതിക്കാരന് ഇതിൻ്റെ അന്വേഷണം നിയമപരമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ കോടതിയെ സമീപിക്കാം. നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് സ്വീകരിക്കാം എന്നതാണ് പറഞ്ഞുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം വിജിലൻസ് അന്വേഷിച്ചതിന് ശേഷം കണ്ടെത്തിയത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം നടക്കുന്നതെല്ലാം വിദേശത്താണ്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ FCRA ആക്ട് പ്രകാരമാണ്. ഇപ്പോൾ പ്രളയകാലത്താണല്ലോ ഇത്തരത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി ഇദ്ദേഹം വിദേശത്ത് പോയി പണം കൈപ്പറ്റുന്ന അല്ലെങ്കിൽ പണം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ട്, UAE-യിൽ നിന്ന് വിദേശ സഹായം തേടാൻ കേരളം ആഗ്രഹിച്ചു. ഈ കേരളത്തിലുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത ദുരന്തത്തിന് പരിഹാരം കാണാൻ വിദേശ സഹായത്തിന് വേണ്ടിയിട്ടുള്ള അനുവാദം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തേടി. അന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് വിദേശ സഹായം തേടുക എന്നുള്ളത് വ്യക്തിയായാലും സംഘടനയായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അത് നമുക്കിടെ രാജ്യത്തിന് യോജിച്ചതല്ല, രാജ്യത്തിൻ്റെ പോളിസിയല്ല, അതുകൊണ്ട് അത് നേടാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് UAE-യിൽ നിന്ന് വാഗ്ദാനം ചെയ്ത ഏകദേശം 750 കോടി രൂപയുടെ സഹായം നിഷേധിച്ച വാങ്ങാൻ അനുവദിക്കാത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സ്പീക്കറുടെ അനുവാദമില്ലാതെ, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹം വിദേശത്ത് പോയി പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം, പ്രസന്റേഷൻ, ആവശ്യപ്പെടൽ നടത്തുകയാണ്. ഒറ്റ കാര്യമാണ് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അന്ന് സ്പീക്കറുടെ അനുവാദം മേടിക്കാതെ ശ്രീ വി.ഡി. സതീശൻ വിദേശത്ത് പോയത്? 2, അന്ന് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ കാണാൻ എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ച്, ഒന്ന് ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ, 2 സുഹൃത്തുക്കളെ കാണാൻ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിസയ്ക്ക് അപേക്ഷിച്ച് സ്പീക്കറുടെ അനുവാദമില്ലാതെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇവിടെ പുനർജനി പദ്ധതിയുടെ പേര് പറഞ്ഞ്, ചില ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞ് പണം സമ്പാദനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത് 500 പൗണ്ട്, ആ പ്രസംഗമൊക്കെ പൊതുസമൂഹത്തിലുണ്ട്, ഇത്ര 500 പൗണ്ട് വീതം ഓരോ വ്യക്തിയും തന്നാൽ അത് ആർക്കാണ് ഗുണമുണ്ടാകുക, മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ പണം സമ്പാദിച്ചു. അതിനുശേഷം തിരിച്ചു വന്നു. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ഒരു MLA CD വരെ, അദ്ദേഹം വിദേശത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ CD വരെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറഞ്ഞത്, ഞാൻ വിദേശത്തുനിന്ന് 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നതാണ്. കയ്യിൽ മേടിച്ചോ അല്ലെങ്കിൽ ഫൗണ്ടേഷന് വേണ്ടി വാങ്ങിച്ചോ മറ്റേതെങ്കിലും ഏജൻസിക്ക് വേണ്ടി വാങ്ങിച്ചോ പൂർണ്ണമായിട്ടുള്ള ഡിനയിലാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച CD വളരെ സജീവമായിട്ടുള്ള ചർച്ചയായി പൊതുസമൂഹത്തിൽ മാറിയപ്പോൾ പറവൂര് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ പോയിട്ടുണ്ട് വിദേശത്ത്, പല പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്, പലരും പണം തന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു ലേഡി, അവിടെ UK-യിൽ സ്ഥിരതാമസമുള്ള ലേഡി വന്ന്
ഇവിടെ പറവൂര് ടൗൺ ഹാളിൽ വന്ന് ചെക്ക് വിതരണം നടത്തി എന്ന രൂപത്തിലടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഒറ്റ കാര്യമാണ്, ഗവൺമെന്റിന്റെ അനുവാദം, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ FCRA നിയമത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി വിദേശത്ത് പോയി പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ നടത്തി അത് ട്രസ്റ്റ് വഴി മറ്റേതു മാർഗം വഴി സ്വീകരിച്ചാലും അത് നിയമലംഘനമാണ്. അത് അന്വേഷിക്കാൻ സ്റ്റേറ്റ് വിജിലൻസിന് കഴിയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ CBI അന്വേഷിക്കണം. നിയമപ്രകാരം 1 കോടിക്ക് താഴെയാണെങ്കിൽ സ്റ്റേറ്റ് വിജിലൻസ്, 1 കോടിക്ക് മുകളിലാണെങ്കിൽ അന്വേഷിക്കേണ്ടത് CBI ആണ്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് ശുപാർശ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചോദ്യങ്ങൾ, സ്പീക്കർ അടക്കം ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നു. അപ്പോൾ ഒറ്റ കാര്യം, ഇവിടെ വിദേശത്ത് നടന്ന ഈ ഒഫൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒരു സംസ്ഥാന അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ അർഹതയില്ല എന്നിരിക്കെ, അതിനുള്ള സംവിധാനമില്ലെന്നിരിക്കെ അത് CBI അന്വേഷിക്കണം എന്നൊരു ശുപാർശ ചെയ്താൽ പിന്നെ CBI അന്വേഷിച്ചല്ലേ പറ്റൂ. ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസാല ബോണ്ട് ഇതേ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതേ ഫ്ലോറിൽ വന്ന് എത്ര തവണ ചർച്ച നടത്തി. അതെ, കിഫ്ബി മസാല ബോണ്ട് വിദേശത്തുനിന്ന് ഏത് സ്റ്റേറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനായാലും അങ്ങ് വാങ്ങിച്ചല്ലോ എന്ന് ചോദിച്ചല്ലോ. അന്ന് പറഞ്ഞല്ലോ RBIയുടെ കൃത്യമായിട്ടുള്ള അനുവാദത്തോടെയാണ്, ഫെമ നിയമ ചട്ടലംഘനം ഇല്ല, കിഫ്ബി കൃത്യമായി RBIയുടെ നോംസ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവർ അനുവദിക്കാൻ തയ്യാറായില്ലല്ലോ. അന്വേഷിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇതും അന്വേഷിക്കട്ടെ, നിയമപരമായിട്ട് അന്വേഷിച്ചാൽ മാത്രമല്ലേ കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വിജിലൻസിന്റെ മുന്നിലുണ്ട്. ആ വിജിലൻസ് അതിന്റെ ശുപാർശയിൽ കൃത്യമായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഏതാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ 250-ലധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നാ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞേ. എന്നാൽ ഒന്ന് കാണിച്ചു തരാമോ? 2019 തന്നെ ഞാൻ ലിസ്റ്റ് പുറത്തുവിടുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് ലിസ്റ്റ് പുറത്തുവിട്ടില്ല? ഞാൻ പറയാം ഏതൊക്കെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് പറവൂര് വീട് നിർമ്മിച്ചത്. ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നോട്ടീസും അഡ്വർടൈസ്മെന്റും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സാക്ഷാൽ VD സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആര് സ്പോൺസർ ചെയ്ത വീട് എന്നുണ്ട്. പുനർജനി പ്രകാരം നിർമ്മിച്ച വീടുകൾ ഏതൊക്കെ, ഓരോരുത്തരുടെയും സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ച വീടുകൾ ഏതൊക്കെ, ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ലൈഫ് പദ്ധതിയിൽ പണിത വീടുകൾ എത്ര പുനർജനിയായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആരുടെയൊക്കെ സ്ഥലം എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. പല സാധാരണക്കാർക്കും വീട് നിർമ്മിക്കാൻ ആ പ്രദേശത്തെ വിദേശവാസികളായ പറവൂർക്കാർ തന്നെ സംഭാവന ചെയ്ത സ്ഥലം, ആ സ്ഥലം പുനർജനി എഴുതി മേടിച്ചിട്ടുണ്ട്. ചർച്ചയാവട്ടെ, പരിശോധന നടക്കട്ടെ. അതുകൊണ്ട് നിയമപരമായി തന്നെയാണ് വിജിലൻസ് തങ്ങൾക്ക് അന്വേഷിക്കാൻ അർഹതയില്ലാത്ത കഴിയാത്ത സാഹചര്യം നിയമപ്രകാരം CBI അന്വേഷിക്കണമെന്ന് റഫർ ചെയ്ത് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഫയൽ വിട്ടിരിക്കുന്നത്. അതിൽ ഇന്ന് രാവിലെ മുതൽ ആ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ കോൺഗ്രസ് നേതാക്കന്മാരും VD സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണമാണ്. ഒരു ക്ലീൻ ചിറ്റും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അത് CBIക്ക് മാത്രമേ പറ്റൂ, ഒരു സെൻട്രൽ ഏജൻസിക്ക് മാത്രമേ പറ്റൂ. ഒറ്റ കാര്യം കൂടി, EDയും പല ഘട്ടത്തിലും ഇതേ വിഷയത്തിൽ ശ്രീ VD സതീശനെ ചോദ്യം ചെയ്തല്ലോ. അത് എവിടെ വെച്ചിട്ടാണ് ഫുൾ സ്റ്റോപ്പായി മാറിയത്? എന്താണ് EDയും VD സതീശനും തമ്മിലുള്ള ഡീല്? ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഇതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ.